അല്ല, വയനാട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി കാണാതായ ആളുകളുടെ ബോഡി തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാധ്യമായ എല്ലാ ശാസ്ത്രീയ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നമ്മളെ കൊണ്ടാകുന്നത് വരെ. രണ്ടാമത് ക്യാമ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാണ്, വേറെ പകർച്ചവ്യാധികളൊന്നും പൊട്ടിപ്പുറപ്പെടാതെ. ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം, ഒരുപാട് പേര് മാനസിക ആഘാതത്തിലാണ്, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും നഷ്ടപ്പെട്ടൊരു വല്ലാത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. അവർക്കുള്ള കൗൺസിലിംഗ് അപ്പോൾ അത് ആരോഗ്യവകുപ്പ് അവർ അവിടെ ചെയ്യുന്നുണ്ട്. 50-ലധികം കൗൺസിലേഴ്സ് അവിടെ വന്നിട്ട് അത് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ടീം അവിടെ ഉണ്ട്. അപ്പോൾ അത് അടുത്തത് നമുക്ക് റീഹാബിലിറ്റേഷനാണ്, ഇവരുടെ പുനരധിവാസമാണ്. അങ്ങോട്ട് ഇവരെ പറഞ്ഞയക്കാൻ പറ്റില്ല, അവർക്ക് ആഗ്രഹമില്ല അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ദീർഘകാലത്തേക്ക് ഈ ക്യാമ്പിലൊന്നും അങ്ങനെയൊന്നും കിടത്താൻ പറ്റില്ല. അവർക്ക് വാടക വീടുകൾ അന്വേഷിക്കണം, അതിനുള്ള വാടക അവർക്ക് കൊടുക്കണം. ഇപ്പോഴുള്ള ഒരു ഉത്സാഹം കെട്ടുപോകരുത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും വലിയ ഇതിലാണ് ചെയ്യുന്നത്, ആവേശത്തിലാണ് ചെയ്യുന്നത്. ആ ആവേശം കെട്ടുപോകാതെ എല്ലാവരെയും, കാരണം ഈ പുത്തുമലയിലും കവളപ്പാറയിലൊന്നും അത് ആ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് ഉണ്ടായില്ല. എല്ലാവരും വേറെ വിഷയത്തിലേക്ക് പോയപ്പോൾ അങ്ങോട്ട് പോയി. അതുണ്ടാകരുത്. ഇതൊരു വലിയ യത്നമായി തന്നെ നമ്മൾ അത് ചെയ്യണം. അപ്പോൾ ഒരു 400-ലധികം വീടുകളാണ് വെക്കേണ്ടി വരുമെന്ന് കരുതുന്നത്. 100 വീടുകൾ ഞങ്ങൾ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടു. ഗവൺമെൻറ് ഭൂമി തരുവാണെങ്കിൽ ഞങ്ങൾ ആ ഭൂമിയിൽ പണിത് കൊടുക്കും. ഇനി ഗവൺമെൻറ്റിന് ഭൂമി ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ആ 100 വീട് പണിത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നമ്മൾ അത് അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹം അവിടെ MP ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഹൃദയബന്ധം ആ വയനാടുമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. സ്ഥലം മേടിക്കണമെങ്കിൽ സർക്കാർ സ്ഥലം മേടിക്കണമെന്ന് പറഞ്ഞാൽ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കും. കോൺഗ്രസ് ആയിരിക്കില്ല തീർച്ചയായിട്ടും മേൽനോട്ടം വഹിക്കുന്നത്.